ദീപം ദീപം വിളക്കു വയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം. എന്താ വിളക്ക് കത്തിച്ചിട്ടിരിക്കണ? കറണ്ട് ഇല്ല, 5-6 പ്രാവശ്യമായി. 5-6 കൊറേ ആയി. ആ ലൈമാൻ ചേട്ട അവിടെ ഇതായി വീടെടുത്ത് ആകെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് വീടെടുത്ത് താമസമായ അങ്ങേരൊക്കെ അസുഖം. എന്താ അസുഖം? കൈ വിറയില്ലെന്ന് പൊങ്ങിയും താങ്ങിയും ചെയ്ത് എപ്പോഴും പോയി ഇങ്ങനെ താത്ത് കൈ ഇങ്ങനെ ആയിപ്പോ. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും മറ്റേ മുദ്രാവാക്യം കൊണ്ട് വിളിക്കുന്നത്. ആശുപത്രി കൊണ്ടുപോയി. കാരണം എപ്പോഴാണ് ഇത് അങ്ങനെ അതിനടുത്ത് തന്നെ വീട് എടുത്ത് കുടുംബത്തോട് കൂടി മാറിയാ എല്ലാരും ഫാമിലി അങ്ങോട്ട് മാറിയല്ലേ. അമ്മ ഇതെന്നറിയാമോ, ഇത് നൊസ്റ്റാൾജിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഐഡിയ. എന്ന് വെച്ചാൽ അറിയാമോ, പണ്ട് നമ്മൾ ഈ ചിമ്മിനി വിളക്കൊക്കെ ഇല്ല, അപ്പൊ അവിടെ മറ്റേ കരി മറ്റേ ഓട്ടുമുക്കുക അതൊക്കെ ഗ്യാസ് ലൈറ്റ് നമുക്ക് നൊസ്റ്റാൾജി ഇല്ലേ. ആ കച്ചവടക്കാരൊക്കെ ഇപ്പൊ എവിടെ? അവരൊക്കെ തിരിച്ചു വരണം. കാരണം അവരൊക്കെ തകർത്ത് കറണ്ട് ഇല്ല, എപ്പോഴും കറണ്ട് വിട്ടോണ്ടിരുന്ന. ഇനിയിപ്പോ അവരൊക്കെ തിരിച്ചു വരട്ട്, എല്ലാരും വരട്ട്. മറ്റേ ഈ നമ്മള് പണ്ട് ഈ ചോറിനുമ്പോഴത്തേക്ക് കറണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു മറ്റേ ഒരു കറുത്ത കരി വെണ്ടൊക്കെ വന്ന് വീണ് ഓർമ്മ ഉണ്ടാ? ഇതിലൊക്കെ വന്ന് വീണ് മണ്ണെണ്ണ ചിമ്മിനിയും വെച്ച് എന്നിട്ട് 100 വരെ എണ്ണും. പണ്ട് 90s കിഡ്സ് അങ്ങനെയായിരുന്നു. 100 വരെ എണ്ണും, 100 വരെ അപ്പോഴും കറണ്ട് വരുമെന്ന് പറഞ്ഞ എണ്ണു. അതൊക്കെ വരയില്ല. അതൊക്കെ ഒരു നൊസ്റ്റു ആയിരുന്നു അമ്മ. അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, എല്ലാരും ഒത്തൊരുമയോടുകൂടി ഇറയത്തൊക്കെ വന്നിരുന്നു. അതെ, ഒരിടത്ത് വന്നിരുത്തി കാറ്റ്. കാരണം അകത്ത് ചൂടല്ലേ, അപ്പൊ കാറ്റ്. ഇത് ഫുൾ ടൈം ഫാനും ഇട്ട് ലൈറ്റും ഇട്ട് കുറെ TV കാണല്, ലാപ്പ്, മൊബൈൽ, എല്ലാരും നശിച്ച് എല്ലാരും ഇറാത്തൊന്ന് കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഈ നടക്കണം. പിന്നല്ല, എന്നിട്ട് കറണ്ട് തിരിച്ചു വരണം. പിന്നെ ഇത് എന്താണ്, കറണ്ട് പോയ ഉടനെ, കറണ്ട് പോയ കുറച്ച് കഴിയുമ്പോ വരും. വന്ന ഉടനെ നമ്മള് ഇതൊക്കെ ഊതി അണയ്ക്കും. ഇങ്ങനെ ഊതി അണയ്ക്കുമ്പോഴത്തേക്ക് കറണ്ട് പിന്നെ പോകും.